നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗം. പാലക്കാട്ടെ അപകട വളവിൽ ഇന്ന് സുരക്ഷാ പരിശോധന. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് വിദഗ്ധ സംയുക്ത പരിശോധന. അപകട സ്ഥലം ഗതാഗത വകുപ്പ് മന്ത്രി സന്ദർശിക്കും. അല്ലു അർജുൻ ജയിൽ മോചിതനായി. പുഷ്പ 2 പ്രദർശനത്തിനിടെ യുവതി മരിച്ച കേസിൽ അല്ലു അർജുൻ ജയിലിൽ കഴിഞ്ഞത് ഒരു രാത്രി. ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ കഴിയേണ്ടി വന്നത് ഉത്തരവ് എത്താതിരുന്നതിനെ തുടർന്ന്. ഭരണഘടനയെ സംബന്ധിച്ചുള്ള ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ചകൾക്ക് മറുപടി പറയും. രാജ്യസഭ ഇനി തിങ്കളാഴ്ച. ചലച്ചിത്രമേളയിൽ രണ്ടാം ദിനം 67 ചിത്രങ്ങൾ. ഉദ്ഘാടന ചിത്രത്തിന് സദസ്സ് നിറഞ്ഞ് ചലച്ചിത്ര ആസ്വാദകർ. ഔട്ടർ ബണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ട് കൊച്ചിയിലെ താന്തോണി തുരുത്ത് നിവാസികൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തെ തുടർന്നാണ് തീരുമാനം. ബണ്ട് നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകണമെന്നും മന്ത്രി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ അന്തസത്തയ്ക്കുമേലുള്ള ആക്രമണമെന്ന് ജോൺ ബ്രിട്ടാസ് MP. ഏകീകരണമല്ല, വൈവിധ്യമാണ് രാജ്യത്തിന്റെ ജീവനെന്നും രാജ്യസഭയിൽ ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നും ജോൺ ബ്രിട്ടാസ് MP. ഇന്നും സന്നിധാനത്ത് വൻ തീർത്ഥാടക തിരക്ക്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്നലെ സന്നിധാനത്ത് കാർത്തിക ദീപം തെളിയിച്ചു. വരും ദിവസങ്ങളിലും തിരക്ക് കൂടുമെന്നാണ് പ്രതീക്ഷ. മാടായി കോളേജ് വിവാദത്തിൽ കോൺഗ്രസിനകത്തെ പ്രശ്നപരിഹാരം നീളും. KPCC ഉപസമിതി കണ്ണൂരിലെത്തി നടത്തിയ ചർച്ച ഫലം കണ്ടില്ല. ചർച്ചകൾ തുടരാമെന്നും അതുവരെ പരസ്യ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും പാടില്ലെന്നും പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. കോട്ടൂളി തണ്ണീർത്തടത്തിന്റെ ഭാഗമായ വാഴത്തുരുത്തി പ്രദേശം ഭൂമാഫിയ മണ്ണിട്ട് നികത്തുന്നു. തണ്ണീർത്തടങ്ങളുടെ റംസാർ പട്ടികയിൽ കോട്ടൂളിയെ ഉൾപ്പെടുത്താനുള്ള നടപടി പൂർത്തിയായി വരുന്നതിനിടെയാണ് നഗരത്തോട് ചേർന്ന ഏക്കർ കണക്കിന് തണ്ണീർത്തടം ഭൂമാഫിയ മണ്ണിട്ടു നികത്തുന്നത്. കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ. കോഴിക്കോട് ജില്ലയിൽ മികച്ച വിജയമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ലഭിച്ച പരാതികളിൽ 867 പരാതികളാണ് ജില്ലയിൽ തത്സമയം പരിഹരിച്ചത്. 68% പരാതികളിലും പരിഹാരം കണ്ടെത്തി. റാന്നി താലൂക്ക് തലത്തിലെ കരുതലും കൈത്താങ്ങും അദാലത്ത്. അയിരൂർ കഥകളി മ്യൂസിയം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളും അദാലത്തിൽ സ്വീകരിച്ചു. എറണാകുളം പെരുമ്പാവൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വിവാഹ അഭ്യർത്ഥന നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. മരങ്ങാട്ടുകൂടി വീട്ടിൽ അമൽ വിജയനാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. നിരവധി കേസിൽ കാപ്പ ചുമത്തി കരുതൽ തടങ്കിലായിരുന്ന പ്രതി അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. എട്ട് വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച പ്രതിക്ക് 5 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും. 2021 കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് പ്രതി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. മുഖദാർ ബീച്ചിൽ തിരയിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തി. കല്ലായി സ്വദേശി 14-കാരനാണ് തിരയിൽപ്പെട്ടത്. കുട്ടിയെ ബീച്ച് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. കോഴിക്കോട് കൊയിലാണ്ടി മുച്ചുകുന്നിലും മൂടാടി ഹിൽ ബസാറിലും കടകളുടെ ഷട്ടറുകൾ തകർത്ത് മോഷണം. കടകളിൽ സൂക്ഷിച്ചിരുന്ന പഴവർഗ്ഗങ്ങളും പണവും മോഷണം പോയി. കട ഉടമകളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആറളം വന്യജീവി സങ്കേതത്തിൽ വനം വകുപ്പിന്റെ മീൻമുട്ടി ക്യാമ്പ് ഓഫീസിന് നേരെ ആക്രമണം. ഗേറ്റ് തകർത്ത് ജീവനക്കാരുടെ മുറിയിലെ കിടക്കകൾ പുറത്തെറിഞ്ഞു. പാത്രങ്ങളും മോഷ്ടിച്ചു. ജീവനക്കാർ പരിശോധനയുടെ ഭാഗമായി ഓഫീസിലെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ചരക്കു ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. കുണ്ടായിത്തോട് സ്വദേശി പ്രണവ് കുമാറാണ് മരിച്ചത്. ബൈക്കിന് പിന്നിൽ യാത്ര ചെയ്തിരുന്ന സുഹൃത്ത് K ബാബുവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട യുവാവിനെ മർദ്ദിച്ച് വീഡിയോ പകർത്തി പണം തട്ടാൻ ശ്രമിച്ച 6 അംഗ സംഘം പിടിയിൽ. ഇടപ്പള്ളി സ്വദേശിയായ യുവാവിനെ സ്വകാര്യ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പ്രതികൾ ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു. ചിത്രദുർഗ സ്വദേശി രേണുക സ്വാമിയുടെ കൊലപാതക കേസിൽ നടൻ ദർശന് ജാമ്യം. കർണാടക ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ചികിത്സയ്ക്കായി ഇടക്കാല ജാമ്യത്തിൽ കഴിയുകയായിരുന്നു ദർശൻ. വ്യാജ പാസ്പോർട്ട് കേസിൽ 2014 അറസ്റ്റിലായ യുവാവിന്റെ പൗരത്വം സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചില്ല. യുവാവിനെ അസമിലെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഉത്തരവ്. 2014 സെപ്റ്റംബറിൽ ഗ്വാളിയോർ പോലീസ് അറസ്റ്റ് ചെയ്ത അഹമ്മദ് അൽ മക്കി എന്നയാളുടെ കേസിലാണ് വിധി. ബംഗളൂരുവിൽ ബൈക്കിൽ പോവുകയായിരുന്ന 3 യുവാക്കളെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടി. അതോടെ തെളിഞ്ഞത് തുമ്പില്ലാതെ പോയ നിരവധി കേസുകൾ. പതിവ് പെട്രോളിംഗിനിടയിലാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിൽ 3 യുവാക്കൾ പോകുന്നത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബംഗളൂരുവിൽ ടെക്കി യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കി കർണാടക പോലീസ്. ജീവനൊടുക്കിയ അതുൽ സുഭാഷിന്റെ ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും കർണാടക പോലീസ് സമൻസ് അയച്ചു. രാജസ്ഥാനിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരന്റെ കാലിൽ എലി കടിച്ചു. ബ്ലഡ് ക്യാൻസർ ചികിത്സയ്ക്കെത്തിയ 10 വയസ്സുകാരനാണ് ദുരവസ്ഥയുണ്ടായത്. ചികിത്സയിലിരിക്കെ കുട്ടി ഇന്നലെ മരിച്ചു. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, താല പോലീസ് സ്റ്റേഷന്റെ മുൻ ഓഫീസർ ഇൻചാർജ് അഭിജിത് മൊണ്ടാൽ എന്നിവർക്ക് ജാമ്യം. കൊൽക്കത്തയിലെ സീൽദ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ സ്വകാര്യ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 3 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. തീപിടുത്തത്തിൽ 7 പേരാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നവർക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റ മറ്റുള്ളവർക്ക് 50,000 രൂപയും അനുവദിക്കും. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി MS സുബ്ബലക്ഷ്മി പുരസ്കാരം സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്ക് നൽകാമെന്ന് മദ്രാസ് ഹൈക്കോടതി. അവാർഡ് നൽകുന്നത് തടഞ്ഞുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. അധികാരമേറ്റാൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലാണ് കാണാനിരിക്കുന്നതെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ICE ഏകദേശം 15 ലക്ഷം വ്യക്തികളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. ശ്രീലങ്കൻ സ്പീക്കർ അശോക റാൻവാല രാജിവെച്ചു. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവാദത്തെ തുടർന്നാണ് രാജി. ജപ്പാനിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയെന്നാണ് റാൻവാല അവകാശപ്പെട്ടിരുന്നത്. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ 2 തെരഞ്ഞെടുപ്പുകളിൽ 1 ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച് ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. പ്രാദേശിക നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത്. തുർക്കിയിലെ ഇസ്താംബുൾ വിമാനത്താവളത്തിൽ കുടുങ്ങി ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർ. ഇൻഡിഗോ വിമാനത്തിലെ 400ഓളം യാത്രക്കാരാണ് 24 മണിക്കൂറോളം വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. യാത്രക്കാർ തങ്ങളുടെ ദുരനുഭവം സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചതോടെയാണ് വിവരം പുറത്തുവന്നത്. ബഷാർ അൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ചതിന് പിന്നാലെ സിറിയയിൽ ഭരണ സംവിധാനത്തിൽ പിടിമുറുക്കി ഹയാത്ത് തഹരീർ അൽ ഷമ. സിറിയൻ ഭരണഘടനയും പാർലമെന്റും റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു. രാജ്യത്ത് പുതിയ പോലീസ് സേനയെ രൂപീകരിക്കാൻ നീക്കം തുടങ്ങി. പുടിന്റെ അടുത്ത സഹായിയെയും പ്രധാന റഷ്യൻ മിസൈൽ ഡെവലപ്പറുമായ മിഖായിൽ ഷാറ്റ്സ്കി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച മിസൈലുകൾ അടക്കം വികസിപ്പിക്കുന്ന കമ്പനിയായ മാസ് ഡിസൈൻ ബ്യൂറോയുടെ ഡെപ്യൂട്ടി ജനറൽ ഡിസൈനറും സോഫ്റ്റ്വെയർ വിഭാഗം മേധാവിയുമായിരുന്നു മിഖായിൽ ഷാറ്റ്സ്കി.
2 വയസ്സുകാരന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് അബദ്ധത്തിൽ പൊട്ടി അമ്മയ്ക്ക് ദാരുണാന്ത്യം. യുവതിയുടെ ആൺ സുഹൃത്തിന്റെ തോക്കിൽ നിന്നാണ് വെടിയുതിർന്നത്. യുഎസിലെ കാലിഫോർണിയയിലാണ് സംഭവം. ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു. അഭയാർത്ഥികൾ കഴിഞ്ഞിരുന്ന സെൻട്രൽ ഗാസ മുനമ്പിലെ നുസറാത്ത് ക്യാമ്പിലെ തപാൽ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ദുബായ് അൽ ബർഷ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേക പ്രൊമോഷൻ പദ്ധതികൾ ആരംഭിച്ചു. ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും 50% വരെ വിലക്കുറവിലാണ് പ്രൊമോഷൻ എന്ന് ലുലു അധികൃതർ അറിയിച്ചു. കൈരളി കൾച്ചറൽ അസോസിയേഷൻ ഫുജൈറ യൂണിറ്റ് സംഘടിപ്പിച്ച കേരളോത്സവം 2024 ശ്രദ്ധേയമായി. വിവിധങ്ങളായ പരിപാടികളോടെയാണ് കേരളോത്സവം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സ്കൂൾ വാർഷിക സാംസ്കാരിക മേള ISB ഫെയർ ഈ മാസം 19, 20 തീയതികളിൽ ഇസ ടൗണിലെ സ്കൂൾ ക്യാമ്പസിൽ വെച്ചാണ് മേള. മേളയുടെ ടിക്കറ്റ് ലോഞ്ച് വ്യാഴാഴ്ച നടക്കും. ഇന്ത്യ കുവൈറ്റ് സ്റ്റാർട്ടപ്പ് സിനർജീസ് കോൺഫറൻസ് വിജയകരമായി സമാപിച്ചു. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും കുവൈറ്റിലെ നിക്ഷേപ സാധ്യതകളും സെമിനാറിൽ ചർച്ചയായി. അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ കുവൈറ്റിൽ വീണ്ടും കെട്ടിട പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ ജനറൽ ഫയർഫോഴ്സ് സേനാ മേധാവി മേജർ ജനറൽ തലാൽ അൽ റൌമിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പരിശോധന നടത്തിയത്. ഷാർജ മ്യൂസിയം അതോറിറ്റി 6 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി നടത്തുന്ന വിന്റർ ക്യാമ്പ് ഡിസംബർ 16 മുതൽ ജനുവരി 2 വരെ നടക്കും. കണ്ടെത്തലിന്റെയും സാഹസികതയുടെയും ഒരു യാത്ര ആരംഭിക്കാൻ ക്ഷണിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംഗീതജ്ഞൻ ഇളയരാജയുടെ ബയോപിക് ഉപേക്ഷിച്ചുവെന്ന വാർത്തയിൽ പ്രതികരിച്ച നിർമ്മാതാവ് ബയോപിക് ഉപേക്ഷിച്ചിട്ടില്ലെന്നും പ്രീ പ്രൊഡക്ഷൻ ജോലികൾ നടക്കുകയാണെന്നും നിർമ്മാതാവ് വ്യക്തമാക്കി. PK റോസിയുടെ സ്മരണയുമായി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സിഗ്നേച്ചർ ഫിലിം സ്വപ്നായനം. മലയാള സിനിമാ ചരിത്രത്തെ PK റോസിയുടെ ധീര പാരമ്പര്യത്തിലൂടെയും തൊഴിലാളി വർഗത്തിന്റെ കഠിനതകൾ നിറഞ്ഞ പോരാട്ടങ്ങളിലൂടെയും അടയാളപ്പെടുത്തുകയാണ് സ്വപ്നയാനം. സിദ്ധാർത്ഥ് മൽഹോത്ര നായകനായി വരാനിരിക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്ത്. തുഷാർ ജലോട്ട സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം മുംബൈയിലാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ജാൻവി കപൂർ നായികയാകുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഫോട്ടോകളും പുറത്തു വന്നിട്ടുണ്ട്. ആദ്യമായി മോഹൻലാൽ സംവിധായകനാകുന്ന ബറോസ് സിനിമയിലെ ഗാനം പുറത്ത്. ഇസബെല്ല എന്ന ഗാനമാണ് ചിത്രത്തിലേതായി പുറത്തുവിട്ടത്. മോഹൻലാൽ പാടുന്നുവെന്നതും ചിത്രത്തിന്റെ ആകർഷണീയമായിരിക്കുന്നു. ഷറഫുദ്ദീനും ഐശ്വര്യ ലക്ഷ്മിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഹലോ മമ്മി ഹിറ്റ് ലിസ്റ്റിൽ. നവംബർ 21 തിയേറ്റർ റിലീസ് ചെയ്ത ചിത്രം 123 തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സോടെ പ്രദർശനം തുടരുകയാണ്. സായി ദുർഗ തേജ് നായകനാവുന്ന രോഹിത് KP ചിത്രത്തിന്റെ ടീസറും റിലീസ് തീയതിയും പുറത്ത്. SYG എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം 2025 സെപ്റ്റംബർ 25 ആഗോള റിലീസായി. റൈഫിൾ ക്ലബിലെ സെന്ന ഹെഗ്ഡെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ചിറ്റപ്പൻ എന്ന വേഷത്തിലാണ് സെന്ന ചിത്രത്തിലെത്തുന്നത്. തിങ്കളാഴ്ച നിശ്ചയം ഉൾപ്പെടെയുള്ള സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ് സെന്ന ഹെഗ്ഡെ. ബിജു മേനോൻ, മേതിൽ ദേവിക കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം കഥ ഇന്നുവരെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചു. ആമസോൺ പ്രൈമിലാണ് ചിത്രം എത്തിയിരിക്കുന്നത്. വീഡിയോ കോളിൽ അപ്ഡേറ്റുകൾ അവതരിപ്പിച്ച് വാട്സ്ആപ്പ്. ഇനി കോളിംഗിനായി ഗ്രൂപ്പ് ചാറ്റിൽ നിന്ന് ആവശ്യമായ ആളുകളെ മാത്രം സെലക്ട് ചെയ്യാം. വിവോ X200 ഫ്ലാഗ്ഷിപ്പ് സീരീസ് ഇന്ത്യയിൽ അവതരിപ്പിച്ചു. X200, X200 Pro എന്നീ മോഡലുകളാണ് ഈ സീരീസിലുള്ളത്. അത്യാധുനികമായ ക്യാമറ സാങ്കേതിക വിദ്യകൾ സഹിതം പ്രീമിയം സൗകര്യങ്ങളോടെയാണ് വിവോ X200 സീരീസ്.
ഐഫോൺ 17 സീരീസിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്ത്. ഗൂഗിൾ പിക്സൽ ഫോണുകളുടെ മാതൃകയിലാണ് ഐഫോൺ 17 സീരീസ് മോഡലുകളുടെ റിയർ ക്യാമറ ഡിസൈൻ എന്ന് റിപ്പോർട്ട്. റിയൽമി 14 5G ഡിസംബർ 18 ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി. റിയൽമി 14X സെഗ്മെന്റിലെ ഏറ്റവും വലിയ 6000 mAh ബാറ്ററിയും ചാർജിംഗും ഫോണിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. റെഡ്മി നോട്ട് 5G ഫോണുകൾക്ക് വൻ ഡിസ്കൗണ്ട്. റെഡ്മി നോട്ട് 14 5G, റെഡ്മി നോട്ട് 14 പ്രോ, റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ് 5G എന്നീ ഫോണുകൾക്കാണ് ഡിസ്കൗണ്ട്. വിവോ X200 സീരീസ് പ്രീ ബുക്കിംഗ് മൈജിയിൽ ആരംഭിച്ചു. ദൂരത്തുള്ളതും സമീപത്തുമുള്ള ചിത്രങ്ങൾ, രാത്രി ദൃശ്യങ്ങൾ, പോർട്രേറ്റുകൾ എന്നിവയ്ക്ക് അനുയോജ്യമായി രൂപകൽപ്പന ചെയ്ത വിവോ X200 സീരീസിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഷവോമി പുതിയതായി എത്തിച്ച റെഡ്മി നോട്ട് 14 സീരീസ് വിൽപ്പന തുടങ്ങി. 3 മോഡലുകളാണ് നോട്ട് 14 സീരീസിലുള്ളത്. റിയൽമി GT 60 5Gക്ക് ഫ്ലിപ്കാർട്ടിൽ വൻ വിലക്കുറവ്. 6001 രൂപയുടെ ഫ്ലാറ്റ് കിഴിവോടെയാണ് ഫോൺ വിൽക്കുന്നത്. ഇത് കൂടാതെ ബാങ്ക് ഓഫറുകളും ഫ്ലിപ്കാർട്ട് നൽകുന്നുണ്ട്. ലിവർപൂളിന്റെ മുഹമ്മദ് സലായെ നവംബർ മാസത്തെ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ മന്തായി തെരഞ്ഞെടുത്തു. ലിവർപൂളിന്റെ ആധിപത്യം നിലനിർത്തുന്നതിലും ലീഗ് സ്റ്റാൻഡിംഗിൽ 1ാം സ്ഥാനം ഉറപ്പാക്കുന്നതിലും സലായുടെ സംഭാവനകൾ നിർണായകമായിരുന്നു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.